സാറ്? ഈ മൊയ്തു അല്ല, എം മൊയ്തു. ഞാനാണ്. എന്റെ കാര്യം? ഞാനൊരു രോഗിയുടെ കൂടെ നിൽക്കുന്ന ആളാണേ. സാർ എന്നെ അന്വേഷിച്ചെന്ന് സിസ്റ്റർ പറഞ്ഞു. അത് നിങ്ങളാണല്ലേ? അല്ല മനുഷ്യ, ഒരു മരുന്ന് മേടിച്ചു കഴിഞ്ഞാൽ 400 രൂപേൻ്റെ മരുന്ന് മേടിച്ചിട്ട് 500 രൂപ തന്നാ ബാക്കി 100 രൂപ മേടിക്കാണ്ട് അങ്ങോട്ട് പോവുക. ഇതാ പിടിച്ചോളി. അല്ല, ഞാൻ മരുന്ന് മേടിച്ചിട്ടില്ല. പിന്നെ മാധുരി സിസ്റ്റർ പറഞ്ഞല്ലോ. സിസ്റ്റർ പറഞ്ഞിട്ടാണ്. മാധുരി സിസ്റ്റർ അല്ല. പിന്നെ ഏതാ? സാറിനെ കാണാൻ പറഞ്ഞത് വേറെന്തോ ഒരു ചണ്ടാല ഭിഷുകി. അല്ല, അങ്ങനത്തെ ഒരു പേരാണ് സിസ്റ്ററിന്റെ. ഒരു വെളുത്തട്ട് ഇച്ചിരി തടിച്ച് മുഖമൊക്കെ ഉണ്ട പോലെ ഇരിക്കണേ. ചണ്ടാല ഭിഷുകി സിസ്റ്റർ ഇവിടെ ഇല്ല. ഇന്നിപ്പോ ഡ്യൂട്ടിയിലുള്ള രാധിക ഉണ്ട്, സോഫിയ ഉണ്ട്, സീനത്തുണ്ട്, പിന്നെ മണ്ടോതിരി. അത് തന്നെ മണ്ടോതിരിനെ കുറിച്ച് അങ്ങനെ ചണ്ടാല ഭിഷുകി എന്നൊക്കെ പറഞ്ഞ സിസ്റ്ററെ ഇതാ പോണ് വരി. കാണാൻ ഇയാൾ നിങ്ങളെ പേരൊക്കെ മാറ്റിക്കണ്. ചണ്ടാല ഭിഷുകി എന്നൊക്കെ ഞങ്ങളെ പേര് കിട്ടിയില്ല. ഇതേ നമ്മുടെ സുഗതനില്ലേ 307 പേഷ്യന്റ് ബൈസ്റ്റാൻഡർ ആണ്. നിങ്ങൾ ഡിസ്ചാർജ് ആണല്ലേ? ഒറ്റ മിനിറ്റ് ബില്ല് പറഞ്ഞുതരാം. മോനാങ്ങള്? ശരി. അങ്ങനെ ബില്ല് 36,346 രൂപ. ബില്ലടിച്ചോ? ഇൻഷുറൻസ് ഉള്ളതാണ്. അത് ചെറിയൊരു വിഷയമുണ്ട്. നിങ്ങളുടെ ബില്ല് നമ്മൾ ഇൻഷുറൻസിലേക്ക് അയച്ച്, പക്ഷെ ഓരോ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ച് മെയിൽ ചെയ്തിക്കണ് ഇത് റീഇംബേഴ്സിബിൾ അല്ല എന്നറിഞ്ഞിട്ട്. അതെന്താ അങ്ങനെ? അത് ഇൻഷുറൻസ് ഉള്ളതല്ലേ, എല്ലാത്തിനും കിട്ടൂലേ അത്? അല്ല, അത് ഒരു പറയണത് എന്താ വെച്ചാൽ ഇവിടെ ശരിക്കും അഡ്മിറ്റ് ചെയ്യേണ്ട പേഷ്യൻ്റ് അല്ല, വേണ്ടാത്ത ടെസ്റ്റ് നടത്തി എന്നൊക്കെയാണ് ഒരു പറയണത്. അങ്ങനെ റിജക്ട് ചെയ്തപ്പോൾ ആവശ്യമില്ലാത്ത ടെസ്റ്റ് നടത്തിയിട്ടാണ് ഇവിടെ അഡ്മിറ്റ് ചെയ്തത്. അല്ലാതെ അങ്ങനെയല്ല, അത് അവരവരുടെ ഒരു നിയമം വെച്ച് അയച്ചതായിരിക്കും. അപ്പൊ പൈസ തരണ്ടല്ലേ ഞാൻ? അല്ലേ? അല്ല, പൈസ തരണല്ലോ. പൈസ ഇപ്പോൾ ഒരു തരുന്നില്ലെങ്കിൽ നിങ്ങൾ തരണല്ലോ, ബൈ ക്യാഷ് ആയിട്ട് നിങ്ങൾ തരണം. പൈസ ഞാൻ തരൂല. ഇൻഷുറൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ എല്ലാ ടെസ്റ്റും നടത്തിയത്. ആവശ്യമില്ലാതെയൊക്കെ ഞാൻ പറഞ്ഞല്ലേ അപ്പൊ തന്നെ ഒന്നും വേണ്ടെന്ന്. അല്ല, പൈസ നിങ്ങൾ തരില്ല എന്ന് പറഞ്ഞാൽ പൈസ തന്നില്ലെങ്കിൽ അച്ഛനെ കൊണ്ടുപോകാൻ പറ്റൂല. ശരി, അപ്പൊ അച്ഛൻ ഇവിടെ താമസിപ്പിക്കുവോ? അവിടെ നിന്നോളൂ. അപ്പൊ ഭക്ഷണമൊക്കെ കൊടുത്തോളൂ അല്ലേ? ഭക്ഷണം കൊടുക്കണ്ടാവൂല. അയ്യോ, അപ്പൊ ഭക്ഷണമൊക്കെ കൊടുക്കാതിരുന്ന അച്ഛൻ പട്ടിണി കിടന്ന് മരിച്ചു പോകൂലേ? ചത്തു ഉറപ്പാണ്. അപ്പൊ ബോഡി ഇവിടെ തന്നെ അങ്ങനെ സംസ്കരിക്കുമോ? എന്തൊക്കെ തമാശ മോൻ ചോദിക്കണേ. സംസ്കരിക്കൂല. അങ്ങനെ ആരും കൊണ്ടുപോകാത്ത ബോഡി ഞങ്ങൾ ഇവിടുത്തെ കുട്ടികൾക്ക് പഠിക്കാൻ കൊടുക്കല. മെഡിക്കൽ കോളേജ് കുട്ടിയൊക്കെ അങ്ങനെ ചെയ്യാം. വെറുതെ ഒന്നുമില്ലാത്ത അച്ഛനെ അതും ഇതും പറഞ്ഞ് ടെസ്റ്റ് ചെയ്തിട്ട് പൈസ അടക്കണമെന്നാ? എല്ലാത്തിനും ഞാൻ പൂട്ടിക്കും. ഞാൻ ഇൻഷുറൻസ് കമ്പനീനെ, ഹോസ്പിറ്റലിനെ. എന്താ നീയൊക്കെ വിചാരിച്ചത്? പൈസ ഞാൻ തരില്ല ഇവിടെ നിന്ന്. അച്ഛനെ കൊണ്ടുപോകാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. അല്ല, അത് അങ്ങനെയാണല്ലോ, ഡിസ്ചാർജ് ചെയ്യണതിന് മുമ്പ് പൈസ കൊടുക്കണമെന്നാണല്ലോ. കളിക്കല്ലേ നിങ്ങൾ, കളിക്കല്ലേ. ഇത് നിങ്ങൾ തമ്മിലുള്ള കരാറാണ്. നിങ്ങൾ ഞങ്ങളിവിടുത്തെ ജീവനക്കാർ മാത്രമാണ് വന്ന് പെട്ടുപോയില്ലേ. പൈസ ഞാനിപ്പോൾ തരാം, പക്ഷെ എല്ലാത്തിനെയും ഞാൻ തൂക്കും. ഞാൻ ഇത് വെറുതെ ഇവിടെ ഒന്നും നിങ്ങൾ നോക്കണ്ട. എന്നാ കാർഡ് തരാം, ബില്ലടച്ചോ. വെറുതെ അങ്ങോട്ട് പോകുന്ന ഓർക്കണ്ട കേട്ടാ. വെറുതെ ഒരു സംശയമായിട്ട് വന്ന അച്ഛനെ അതും ഇതും ഒക്കെ പറഞ്ഞ് സ്കാൻ ചെയ്ത് ഒരാഴ്ച കിടത്തിയിട്ട് പിന്നെ എടുത്തോ. ഇനി വേറെ വല്ലതും വേണം? അല്ല, ഞാനിവിടെ ഇങ്ങനെ നടന്നു വന്നതിന് വല്ല ഫീസ് ഉണ്ടാ? ഇൻഷുറൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ്. ഇല്ലെങ്കിൽ 6,000 രൂപയ്ക്ക് തീരേണ്ട കേസായിരുന്നു. എന്തിനാ അങ്ങനെ കൊന്നു തിന്നണവര്? ശമ്പളം കറക്റ്റായിട്ട് കിട്ടണല്ലേ, കൂടുതൽ കാര്യം അന്വേഷിക്കണ്ട. പോട്ടെ. വള്ളം നിറഞ്ഞു. ഹലോ, അതെ, ജൻപുരികം ഇൻഷുറൻസ് കമ്പനിയാണ്. എന്താണ് കാര്യം പറയും? ശരി. നിങ്ങളുടെ നമ്പർ എന്താണ്? പോളിസി നമ്പർ പറയും. രാജൻപിള്ള അല്ലേ? അതെ, ഇതിപ്പോൾ നിങ്ങളുടെ പ്രശ്നം എന്താ അറിയോ? ഇങ്ങനെയുള്ള അസുഖങ്ങൾക്കൊന്നും റീഇംബേഴ്സ്മെൻറ്റ് തരാൻ പറ്റില്ല. നിങ്ങളുടെ ക്ലെയിം ശരിക്കും പറഞ്ഞാൽ റിജക്റ്റ് ചെയ്തിരിക്കുകയാണ്. അല്ല, അത് ഇതൊക്കെ നമ്മൾ വ്യക്തമായിട്ട് നമ്മുടെ എക്സിക്യൂട്ടീവ് പറഞ്ഞിട്ടുണ്ടാവും നിങ്ങളോട്. നിങ്ങൾക്ക് അത് മാത്രമല്ല, നിങ്ങൾക്കൊരു ലീഫ്ലെറ്റ് തന്നിട്ടുണ്ടാവുമല്ലോ ഇത് പോളിസി ചേരുന്ന സമയത്ത്. അതിൽ വ്യക്തമായിട്ട് നമ്മൾ എഴുതിയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് വായിച്ചു നോക്കി. അത് വായിച്ചു. ശരി എന്നാൽ. എന്തോ സാറേ? നല്ല തെറിയാണ്, കേൾക്കണോ? അയ്യോ വേണ്ട, ഞാൻ ഈ കമ്പനിയിൽ ജോയിൻ ചെയ്ത് അന്ന് മുതൽ കേൾക്കാൻ തുടങ്ങിയാണ് ഈ തെറി.
ഏത് നേരത്താ എനിക്ക് ഇവിടെ ജോയിൻ ചെയ്യാൻ തോന്നിയതെന്ന് എനിക്കറിയില്ല സാറേ. എടാ ഇവർ ലീഫ്ലെറ്റ് ഒന്ന് കൃത്യമായിട്ട് വായിച്ച് നോക്കാണ്ട് നമ്മളെ തെറി പറഞ്ഞിട്ട് എന്താ കാര്യം കഴുതകള്. ലീഫ്ലെറ്റിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മൾ ആ ലീഫ്ലെറ്റിൽ റീഇംബേഴ്സ്മെന്റ് കിട്ടാത്ത സൂക്കടുകൾ എഴുതിയിട്ടുണ്ടല്ലോ, അത് ചെറിയ അക്ഷരത്തിലേ എഴുതിയിട്ടുള്ളൂ. അത് വായിക്കണമെങ്കിൽ ഭൂതക്കണ്ണാടി വെക്കണം, കുറച്ച് വലുതാക്കി എഴുതിയാൽ എന്താ കുഴപ്പം? എടോ ഇതൊക്കെ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കിയാൽ നമ്മുടെ കമ്പനിയുടെ ഇൻഷുറൻസ് ആരെങ്കിലും എടുക്കുമോ? അവർ വേറെ ഏതെങ്കിലും നല്ല കമ്പനിയുടെ ഇൻഷുറൻസ് പോയി എടുക്കില്ലേ? അമ്മ പറയണത് നോക്ക്. പിന്നല്ലാണ്ട് നമ്മുടെ കമ്പനിയുടെ വിജയമാണ് നമ്മൾ നോക്കേണ്ടത്. നമ്മുടെ കമ്പനി നിലനിന്നാല നമ്മളുള്ളൂ, അത് ആദ്യം മനസ്സിലാക്കുക. ഒരു കാര്യം ഞാൻ അങ്ങോട്ട് പറയട്ടെ, എന്താണ്? ഈ ജനങ്ങളുണ്ടെങ്കിൽ ഈ കമ്പനി ഉള്ളൂ, നിങ്ങളുള്ളൂ, ഞാനുള്ളൂ. ആ കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കി. എന്താണ് ഇപ്പോൾ വന്ന കാര്യം പറയും? ഞാൻ ആ പറഞ്ഞ സുഗതൻ്റെ കാര്യം എന്തായി? അതെ, പൈസ കൊടുക്കാനേ പറ്റില്ല. അയാൾ 4 വർഷമായിട്ട് കൃത്യമായിട്ട് പ്രീമിയം അടച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. നിങ്ങൾ അതിന് സമാധാനം പറയും. എൻ്റെ സത്യശീല അത് നടക്കില്ല. എന്താ നടക്കില്ലെന്ന്? നടക്കാത്തത് എന്താന്ന് ചോദിച്ചാൽ നമ്മുടെ കമ്പനി ഡോക്ടർ ആശുപത്രിയായിട്ട് ബന്ധപ്പെട്ടു. അവിടെ ചെന്നപ്പോഴാണ് ഒരു ആവശ്യമില്ലാത്ത കുറെ ചികിത്സയും ഒരു ആവശ്യമില്ലാത്ത കുറെ ടെസ്റ്റും ചെയ്തിട്ട് അതിന്റെ ബില്ലൊക്കെ കൂടി ഇങ്ങോട്ട് എഴുതി തന്നിരിക്കുകയാണ്. ഇത് എവിടെ നിർത്തി കൊടുക്കുന്ന കമ്പനി? എന്താ നിങ്ങൾ പറയണേ? ഇതിന് സുഗതൻ എന്ത് പഴിച്ചു? എന്ത് പേടിച്ചെന്ന് ചോദിച്ചാൽ ആവശ്യമില്ലാത്ത ടെസ്റ്റ് ചെയ്യുമ്പോൾ വേണ്ടാന്ന് പറയണോ? അല്ലാണ്ടെന്താണ്? അതെ, നിങ്ങൾ ഓരോന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോളെ. സുഗത ആശുപത്രിയിൽ പോകുമ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളൊരു 4 ദിവസം അവിടെ അഡ്മിറ്റ് ആയിട്ട് കിടക്ക് പറഞ്ഞു. ആൾ കടന്നു. പിന്നെ ടെസ്റ്റുകൾ ഓരോന്ന് ചെയ്യണമെന്ന് പറയുമ്പോൾ ഈ രോഗി ചെയ്യില്ലേ? ഇതിപ്പോൾ 1 കൊല്ലത്തിനാണ് മരുന്ന് വാങ്ങിയിട്ടാണ് പോയിരിക്കുന്നത്. സാറേ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇതിപ്പോൾ ആശുപത്രിക്കാരും നമ്മളും തമ്മിലുള്ള ഈ പോട്ടാപ്പൊട്ടിക്ക് ഈ പാവങ്ങൾ എന്ത് പഴിച്ചു? ഞാൻ അതാ ചെക്കണ്. പാവങ്ങളാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനത്തെ വിവരം കേട്ടിട്ട് കാശ് പിറക്കി കൊടുക്കാനായിട്ട് ഇവിടെ നമ്മുടെ കമ്പനിക്ക് പറ്റില്ല. സത്യശില്ല ഉള്ള കാര്യം പറയാലോ. ഇതിപ്പോൾ എന്താ അറിയോ, ഇൻഷുറൻസ് ഉള്ള രോഗിയാണെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ ഈ ആശുപത്രിക്കാർ വലിക്കുന്നതാണ്. അത് മനസ്സിലാക്കി നിങ്ങൾ. അത് ശരി. അപ്പോൾ അത് ആളുകൾ പറയണോ? അല്ലെങ്കിൽ ആളുകൾക്ക് അതിനെക്കുറിച്ചുള്ള ഒരു ബോധം ഉണ്ടാവണം. ഇത് എന്താ നിങ്ങൾ കാണിക്കുന്നത്? ആവശ്യമില്ലാത്ത ചികിത്സയൊക്കെ ഇൻഷുറൻസ് കമ്പനി കാശ് തരും വിചാരിച്ചിട്ട് അങ്ങോട്ട് ചെയ്യിക്കുകയാണ്. എന്താ സ്വന്തം ശരീരമല്ല ഒന്നും അതൊന്ന് മനസ്സിലാക്കിക്കൂടെ? അത് സാറേ ഞാൻ അവസാനമായിട്ട് ചോദിക്കുകയാണ്, ആ സുഗതൻ്റെ കാര്യത്തിൽ എന്താ ഒരു തീരുമാനം? നിങ്ങൾ അത് പറയും. എൻ്റെ സത്യശീല ഒരു സ്വൈരം താഴെ എന്തൊരു കഷ്ടമാണ്. ഇത് എത്ര അയാളുടെ ബില്ല്? അയാളുടെ ബില്ല് 36,000 രൂപ എല്ലാം കൊടുത്തതാണല്ലോ ഇവിടെ. 36 പോയത് പോയി. 30 പോട്ടെ, ബാക്കി 6,000 കൊടുക്കാം. 30 എവിടേക്ക് പോണ്? 30 എവിടേക്കും പോയിട്ടില്ല. നിങ്ങളൊരു കാര്യം ചെയ്യും, 6,000 പറഞ്ഞോളി, ബാക്കി 30 കൊടുക്കി. എന്താ അയാൾ പറയുന്നത്? എന്താ തനിക്ക് ഇത്ര വിവരമില്ല? തനിക്ക് ഓരോ കാര്യം പറഞ്ഞാൽ അങ്ങോട്ടും വേണ്ട ഒരു 8,000 കൊടുക്കാം. അയാളോട് ഇവിടെ വന്നിട്ട് ഒരു അപേക്ഷ എഴുതി തരാൻ പറയും. ഇനി ഇവിടുത്തെ ഈ 8 ഉറുപ്പ്യക്ക് വേണ്ടിയിട്ട് അയാൾ ഇവിടെ വന്നിട്ട് നമ്മളുടെ കാല് പിടിക്കണമെന്ന് എന്താ നിങ്ങൾ പറയണേ? അത് നടക്കില്ല. നിങ്ങളുടെ ഐഡിയ എനിക്ക് മനസ്സിലായി. ഈ 8,000 ഉറുപ്പ്യക്ക് വേണ്ടിയിട്ട് സുഗത ഇവിടെ വന്നിട്ട് അപേക്ഷ തന്നില്ല എന്ന് വിചാരിക്കും. അപ്പോൾ ആ പൈസയും കൂടെ നമ്മുടെ കറക്ക് കമ്പനിക്ക് ഇരിക്കട്ടെ. കറക്ക് കമ്പനിയാ? അല്ലാണ്ട് പിന്നെ നമ്മൾ ജനത്തിനായിട്ട് കറക്കിക്കൊണ്ടേയിരിക്കുകയല്ലേ. ഇനി ജനങ്ങളൊക്കെ പാടെ കൂടിയിട്ട് കമ്പനിയിൽ നിന്ന് ഒരു കറക്കലുണ്ടാവും. എങ്ങനെ കറക്കും? എങ്ങനെ കറക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പോളിസിന് ജനങ്ങൾ എടുക്കില്ല തീരുമാനിക്കും. കമ്പനി പൊളിഞ്ഞില്ലേ? അതെ, ഒരുപാട് നല്ല നല്ല ഇൻഷുറൻസ് കമ്പനികളുള്ള നാടാണിത്. അവരുടെ ഇടയിലൊക്കെ പിടിച്ചു നിൽക്കണമെങ്കിൽ ഒന്നും മാറി ചിന്തിച്ചോളൂ നിങ്ങൾ.